സംസ്ഥാനത്ത് നിയമവ്യവസ്ഥയെയും നിയമവാഴ്ചയെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CPMൻ്റെ MLA നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ പ്രഹസനം പ്രഖ്യാപിക്കുക വഴി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെ ഫലത്തിൽ തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ഒരു ഭരണകക്ഷി MLA സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് ADGPക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അത് കേവലം ഒരു അഴിമതി ആരോപണം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണമാണ്. പക്ഷേ അഴിമതി ആരോപണത്തെക്കാൾ അപ്പുറത്ത് ഗുരുതര സ്വഭാവമുള്ള മറ്റു ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ADGP കേരളത്തിൽ ഒരു ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണെന്നുള്ള ആരോപണം. തട്ടിക്കൊണ്ടുപോകലും കൊലപാതകമടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. രണ്ടാമത്, സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. വിമാനത്താവളത്ത് പിടിക്കുന്ന സ്വർണത്തിൻ്റെ ഒരു വിഹിതം ADGPക്കാണ് കിട്ടുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന് വേണ്ടി അദ്ദേഹം ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ചില കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഗുരുതരമായിട്ടുള്ള കാര്യം, അദ്ദേഹം മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സംസ്ഥാനത്തെ ADGPക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങളെക്കുറിച്ച് ഈ നിമിഷം വരെ ഒരു മറുപടിയും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ആകെ ചെയ്തിട്ടുള്ളത് ADGPയുടെ കീഴിലുള്ള 2 IG-മാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. ആ അന്വേഷണ സംഘത്തിലെ മുഴുവൻ ആളുകളും ADGPക്ക് റിപ്പോർട്ട് നൽകേണ്ടതാണ്. ADGPക്ക് റിപ്പോർട്ട് നൽകുന്ന തൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അത് കേരളത്തിലെ ജനങ്ങളെ പുച്ഛിക്കുന്നതിന് തുല്യമാണ്. രാജ്യത്തിലെ നിയമവ്യവസ്ഥയെയും രാജ്യത്തിലെ നിയമ സംവിധാനത്തെയും വെല്ലുവിളിക്കുകയും ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ മാറ്റി നിർത്തണം. പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും മാറ്റി നിർത്തിയിട്ടില്ല, ADGPയെയും മാറ്റി നിർത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് അന്വേഷണം? അങ്ങനെയാണെങ്കിൽ അന്വേഷണം വേണ്ടായി തീരുമാനിച്ചാൽ പോരെ മുഖ്യമന്ത്രി. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്ന നിയമ സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ചയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ടുള്ള അർഹതയില്ല എന്ന് BJP ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാണ്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ വരുള്ളൂ എന്നെല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് BJP ആവർത്തിക്കുന്നത്, നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന, നീതിന്യായ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന, നിയമവാഴ്ചയെ അട്ടിമറിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം എന്ന് ആവശ്യം മുമ്പോട്ട് വെക്കുന്നത്.